ഹലോ എവരി വൺ, ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വഴുതനങ്ങ മോരുകറിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വഴുതനങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു, മഞ്ഞൾപ്പൊടി ഉപ്പുമിട്ട് വേവിക്കാൻ വെച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് നാളികേരം, ഒരു മുറി നാളികേരം ചെരുകിയെടുത്ത്, ഞങ്ങൾക്ക് ചെരുവില്ലാത്ത കാരണം ഞങ്ങൾ മിക്സിയിൽ അരച്ചെടുത്തു. അതിനുശേഷം കുറച്ച് ജീരകം, പിന്നെ നിങ്ങളുടെ കയ്യിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് 2 ആഡ് ചെയ്യാം. ഞങ്ങളുടെ കയ്യിൽ പച്ചമുളക് ഇല്ലാത്ത കാരണം കൊണ്ട് മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ കുറച്ച് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞങ്ങൾ മിക്സിയിലിട്ട് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വെന്ത് വന്ന നമ്മുടെ വഴുതനങ്ങയിലേക്ക് നമ്മൾ ഈ മിക്സ് ആഡ് ചെയ്യാണ്. അതിനുശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നിങ്ങൾക്കൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി ഞങ്ങൾ 1 ലിറ്റർ തൈര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 1/2 ലിറ്റർ തൈരാണ് ഞങ്ങൾ എടുക്കുന്നത്. കട്ടത്തൈരായിരുന്നു. അപ്പോൾ നമ്മളതൊന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ലൂസ് കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കറിയിലേക്ക് നമ്മളിനി തൈര് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ തൈര് ആഡ് ചെയ്തു. ഇനി നിങ്ങളുടെ ടേസ്റ്റ് നോക്കുക. ഉപ്പും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഞങ്ങൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കണ്ണൂർ സ്റ്റൈലാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫ്രണ്ട് കണ്ണൂർക്കാരിയാണ്. അപ്പോൾ അവിടുത്തെ ഒരു രീതിക്കനുസരിച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് സവോള ഞങ്ങൾ അരിയുന്നുണ്ട്. ഒരു ചെറിയ സവോള ചെറിയ കഷ്ണങ്ങളൊക്കെ നുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ തിളയ്ക്കുന്നതിന് മുമ്പ് നമ്മളത് ഇറക്കി വെക്കണം. അതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചു. ദെൻ നമ്മൾ അരിഞ്ഞു വെച്ച സവോള, ഒരു ചെറിയ സവോളയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കടുക്, ഉലുവ, വറ്റൽമുളക് ഇത്രയും കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പിലയൊക്കെ കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ഞാൻ ഫ്രണ്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ അളവിൽ ഉലുവാപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ദെൻ നമ്മൾ ഈ ഒരു മിക്സ് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി തയ്യാറാണ്. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.